ഹേ ഗൈസ്, ഇന്നൊരു ഹെൽത്തി വെയിറ്റ് ലോസ് റെസിപ്പി കണ്ടാലോ. അതിനായിട്ടൊരു ഉള്ളി, തക്കാളി, സ്പിനച്ച്, കോഴിമുട്ട, ആൾക്കാരുടെ എണ്ണ അനുസരിച്ച് നിങ്ങൾക്ക് മുട്ടയുടെ എണ്ണവും കൂട്ടാം കേട്ടോ. പച്ചമുളക്, ഗാർലിക്, പിന്നെ അത് കഴിഞ്ഞ് ടോഫു. ഇത്ര സാധനങ്ങളാണ് കേട്ടോ വേണ്ടത്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഗ്രേറ്റ് ടേസ്റ്റിൻ്റെ ടോഫുക്കോ ബ്രാൻഡിൻ്റെ ടോഫു ആണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഈ ടോഫു. ഇപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മുടെ ഹെൽത്തി റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് വരാം. എല്ലാം ടോഫും നമ്മൾ നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഒരു പാൻ ചൂടാക്കി കുറച്ച് ഒലിവ് ഓയിലും സ്പ്രേ ചെയ്ത് അതിലേക്ക് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഉള്ളി ആഡ് ചെയ്തു. അങ്ങനെ ഭയങ്കരമായിട്ടും സോട്ടായി ഒന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായാൽ മാത്രം മതി. അങ്ങനെ ഉള്ളി ആഡ് ചെയ്തു, തക്കാളി ആഡ് ചെയ്തു. തക്കാളി ഒന്ന് കുക്കാവണം കേട്ടോ. അങ്ങനെ തക്കാളി ആഡ് ചെയ്തു, നന്നായിട്ട് മിക്സ് ചെയ്തു. കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഗാർലിക് പിന്നെ കുറച്ച് ചില്ലിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം, നിങ്ങളുടെ എരിവിനനുസരിച്ച്. ഇത് വെയിറ്റ് ഗെയിനും എടുക്കാം. ഈ ടോഫു റീപ്ലേസ് ചെയ്ത് പനീർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു വെയിറ്റ് ഗെയിൻ റെസിപ്പി ആയിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ടോഫു നമുക്ക് വെയിറ്റ് ലോസിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പനീർ ഹൈ ഇൻ കാലറീസും ഹൈ ഇൻ ഫാറ്റും ആയതുകൊണ്ട് നമുക്ക് വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് എടുക്കാം. അങ്ങനെ ഞാൻ ചോപ്പ് ചെയ്ത് ടോഫു ആഡ് ചെയ്തു. അത് നന്നായിട്ടൊന്ന് കുക്കാവണം. അതിന് കുറച്ച് നേരം നമ്മൾ പാനിലിട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം നമ്മുടെ മെയിൻ സാധനം ഉപ്പ് ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് സ്പിനച്ച് ആഡ് ചെയ്തു. സ്പിനച്ച് ആഡ് ചെയ്യുന്ന ക്ലിപ്പ് ഞാൻ എടുക്കാൻ വിട്ടുപോയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കോഴിമുട്ട ആഡ് ചെയ്തു. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റിയുമാണ്. ഈ വെജീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, ഈ സ്പിനച്ചൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് നന്നായി ഇഷ്ടമാകും കേട്ടോ. അതിനുശേഷം നമ്മൾ പെപ്പർ ആഡ് ചെയ്തു. സോൾട്ട് നോക്കിയിട്ട് കുറച്ചും കൂടെ ആഡ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ. ഇത് അത്യാവശ്യം പെട്ടെന്ന് സമയമില്ലാത്തപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഇത് ഇങ്ങനെയും കഴിക്കാം, നിങ്ങൾക്കല്ല ഇത് റോളാക്കി കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഒരു ചപ്പാത്തി ഉണ്ടെങ്കിൽ റോളാക്കി കഴിക്കാം. അങ്ങനെ അത്രേ ഉള്ളൂ ഗൈസ്. കാണാൻ തന്നെ അടിപൊളിയല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.